അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. കാരണം പടച്ചതമ്പുരാന്റെ മുന്നിൽ ഒരു അടിമ കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിടയുന്ന നമസ്കാരം, ആ നമസ്കാരം അല്ലാഹു തആല നിർബന്ധമാക്കിയത് റജബിലാണ്. അതുകൊണ്ട് പടച്ചവന്റെ മാസമാണ് റജബ്. വരുന്ന റമളാൻ മാസം ഈ ഉമ്മത്തിന്റെ മാസമാണ്. ആ റമളാൻ മാസത്തിലാണ് നമ്മൾ കൊയ്തെടുക്കേണ്ടത്. ആ റമളാൻ മാസത്തിലാണ് പ്രതിഫലം നമ്മൾ വാരിക്കൂട്ടേണ്ടത്. അതുകൊണ്ട് ശഅബാൻ മാസത്തെ ആരുടെ മാസമാണെന്ന് ആ ഹബീബ് പരിചയപ്പെടുത്തിയത്? ശഅബാനു ശഹരി, എന്റെ മാസമാണ് ശഅബാൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മാസത്തിലാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിലൂടെ എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ എന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അതുകൊണ്ട് പത്താങ്കലിലെ പ്രിയപ്പെട്ടവരോട് സ്വലാത്തിന് കുറവൊന്നും വരുത്തരുതേ എന്ന് ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാവിലെ, ഇന്ന് ആ പൗർണമിയെ നമ്മൾ നോക്കിയാൽ തന്നെ സമ്പൂർണമാണ്. ഇന്ന് 14 രാവിന്റെ പൗർണമി പ്രിയപ്പെട്ടവരെ സമ്പൂർണമാണ്. ആ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയോട് കാരുണ്യത്തിന്റെ പ്രവാചകനെ പറയുകയാ, ഈ രാത്രിയിൽ എന്താണ് അത്ഭുതങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതമെന്നറിയോ? ഫീഹാ അയ്യുക്തബ കുല്ലു മൗലൂദി ബനി ആദമ ഫീ ഹാദിഹി സനാ. ഒരു വർഷക്കാലം ഈ നാട്ടിൽ എത്രത്തോളം സ്ത്രീകൾ പ്രസവിക്കുമെന്ന്, ഏതെല്ലാം കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുമെന്ന്, ഏതെല്ലാം സ്ത്രീകളാണ് പ്രസവിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്ക് അല്ലാഹു തആല റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രി നിർണായകമാണ്, ഈ രാത്രി നിർണിതമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ രാത്രിയാണ് പ്രിയപ്പെട്ടവര് ഒരു വർഷക്കാലം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏതെല്ലാം സ്ത്രീകൾ പ്രസവിക്കപ്പെടുന്നു എന്ന്, ഏതെല്ലാം കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുന്നു എന്ന് തീരുമാനമെടുക്കുക. സഹോദരിമാരെ, ചിന്തിച്ചു നോക്കടേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞിക്കാലിന്റെ ഭാഗ്യം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രേതസ്കനത്തിലൂടെ നൽകിക്കഴിഞ്ഞാൽ അത് എപ്പോഴാണ് അല്ലാഹു തീരുമാനിക്കുന്നതെന്നറിയോ? ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിലാണത്രേ. ഈ സമയത്ത് ഇന്ന് മഗ്രിബിന് തൊട്ടു മുമ്പ് വരെ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കുവോ? ഇന്നത്തെ മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് വരെ ഏതെല്ലാം കുഞ്ഞുങ്ങളാണ് പ്രസവിക്കപ്പെട്ടത്? ഏതെല്ലാം സഹോദരിമാരാണ് പ്രസവിച്ചിട്ടുള്ളത്? അതെല്ലാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ അല്ലാഹു തആല എഴുതിയതാണ്. അതെല്ലാം തീരുമാനിക്കപ്പെട്ടത് ഒരു കൊല്ലം മുമ്പാണെങ്കിൽ ഇനി ഒരു വർഷക്കാലം ഏതെല്ലാം സ്ത്രീകളെ പ്രസവിക്കുമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു തീരുമാനം നടക്കപ്പെടുന്ന നിർണിത രാത്രിയാണ് പെങ്ങളെ ഇന്നത്തെ രാത്രി. അല്ലാഹു നമുക്ക് സന്താനങ്ങളെ തന്നിട്ടുണ്ടല്ലോ. ഇതുവരെ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് കാണാൻ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളഘോഷണം പോലെ കാത്തിരിക്കുന്നവരെ, പ്രതീക്ഷയോടെ പടച്ചതമ്പുരാന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ട് യാചിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, ഇന്നത്തെ രാത്രിയാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് കിട്ടി, ഇനി അടുത്ത കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടല്ലോ. 2 കിട്ടി 3ാമത്തതിന് കൊതിക്കുന്നവരുണ്ടല്ലോ. തേടണം പടച്ചതമ്പുരാനോട്, ഇന്നെങ്ങനാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുക? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാ, മക്കളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാ, സഹോദരിയുടെ കുഞ്ഞുണ്ടാവാ, അതല്ലെങ്കിൽ ഭാര്യയുടെ അനുജത്തിക്ക് മക്കൾ ഉണ്ടാകാ. നമ്മുടെ ബന്ധുക്കളിൽ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ ഒരു പുത്ര സൗഭാഗ്യത്തിന്റെ പേരിൽ ഇന്നും പ്രിയപ്പെട്ടവരെ കണ്ണീരിലും കയ്യിലുമായി കഴിയുമ്പോ ഇന്നത്തെ രാത്രിയാണ് അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ നമുക്ക് സമയമില്ല. ആവേശത്തോടെ ഉണർന്നിരുന്നിട്ട് പടച്ചവനോട് കൈനീട്ടേണ്ട രാത്രിയാ. നിർണായകമാണ്, നിർണിതമാണ്. ഒരു വർഷക്കാലം എത്ര കുഞ്ഞുങ്ങൾ ജനിക്കുമോ അതെല്ലാം ഇന്നത്തെ രാത്രി അല്ലാഹു തആല തീരുമാനിക്കുമെന്ന് പറയുമ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, ചിലർക്ക് പെൺമക്കളെ മാത്രം അല്ലാഹു കൊടുക്കുമെന്ന്. അതാരാണ്? യഹബുലി മയ്യശാഉ ഇനാസാ. ചിലർക്ക് അല്ലാഹു
അല്ലാഹു പെൺമക്കളെ മാത്രം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിന് പെൺമക്കളെ മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. ചിലർക്ക് അല്ലാഹു യഹബു ലിമൻ യശാഉ ദുകൂർ, ചിലർക്ക് ആൺമക്കളെ മാത്രമേ അല്ലാഹു കൊടുക്കുള്ളൂ. ഇബ്രാഹിം നബിക്ക് ആൺമക്കളെ മാത്രമേ ഉള്ളൂ. അല്ലാഹു മൂന്നാമത് പറഞ്ഞു യുസവ്വിജുഹും ദുക്റാനം വ ഇനാസാ, ചിലർക്ക് ആണിൽ നിന്ന് പെണ്ണിൽ നിന്ന് സന്താനങ്ങളെ കൊടുക്കൂ. ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മക്കളെ കൊടുത്തു. നാലാമതൊരു വിഭാഗമുണ്ട്, വയജ്അലു മൻ യശാഉ അഖീമാ, ചിലരെ അല്ലാഹു തആല പ്രസവിക്കാത്ത സ്ത്രീകളാക്കി കളയുമെന്ന, അവർക്ക് പ്രസവിക്കാനുള്ള ഭാഗ്യമല്ല കൊടുക്കൂലെന്ന. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഈ നാലാമത് പറഞ്ഞ വിഭാഗത്തിൽ പെട്ടുപോയ ആരെങ്കിലും ഈ പത്താങ്കലിലെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ലൈവായിട്ട് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഗർഭപാത്രത്തിന്റെ ഉപയോഗശൂന്യമായിരുന്ന ഒരു പെണ്ണിന് അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റിരിക്കാനുള്ള എല്ലുകളുടെ ബലക്ഷയം നഷ്ടപ്പെട്ടു പോയ ഒരു ഭർത്താവിന് അല്ലാഹു തആല പൊന്നുമോനെ കൊടുത്തിട്ട് പേരും നൽകിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ഇന്ന് ജൂതന്മാരുടെ കയ്യിൽ അമ്മാനമാടുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമത്ത് പദവി കൊടുത്തണം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന ഏറ്റവും പ്രസവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ ഗർഭാശയം അല്ലെങ്കിൽ ഗർഭപാത്രം എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന് എഴുന്നേറ്റൊന്നും നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തില് അല്ലാഹു തആല ഒരു കുഞ്ഞിനെ കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാമാണ് നമ്മുടെ കഥാപുരുഷൻ. അദ്ദേഹത്തിന് അല്ലാഹു തആല യഹിയ എന്ന പേരുള്ള ഒരു മോനെ കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സക്കരിയ നബി അലൈഹിസ്സലാമിന് ആ ഒരു സൗഭാഗ്യം അല്ലാഹു കൊടുക്കുന്നു എന്നറിയുമ്പോ സക്കരിയ നബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാണ്? അന്നാ യകൂനു ലി ഗുലാം, എനിക്ക് എങ്ങനെ മക്കളുണ്ടാവും? കാരണം വഹനൽ അൽമു മിന്നി, എല്ലുകൾക്കൊക്കെ ബലക്ഷയം വന്നു. വസ്തഅല റഅസു ശൈബ, നര ബാധിച്ചിട്ട് തലമുടി മുഴുവനും വെളുത്തുപോയി, വെള്ള വീശി. എന്നിട്ടോ വംറഅതി ആഖിറ, എന്റെ ഭാര്യ മലടിയാണ് അല്ലെങ്കിൽ മച്ചിയാണ്, പ്രസവിക്കാത്ത പെണ്ണാണ്. കാര്യം എന്താ? അല്ലാഹു തആല അവന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? പണ്ടാരോ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഒരു പാറയുണ്ട്, അവിടെ കൊണ്ട് ഉരുളി കമത്തിയ കുഞ്ഞുണ്ടാവും. തമിഴ്നാട്ടിലെ പാറയിൽ ഉരുളി കമത്തിയ കുഞ്ഞെങ്ങനെ ഉണ്ടാവും? പത്താങ്കല്ലിൽ നീക്കണ്ടേ? ഏതോ ഒരു വഴിയരികിലെ ഒരു മരത്തിന്റെ ചില്ലയിൽ തൊട്ടില് കെട്ടിയിട്ട് കരിവളയും കരിമശയും അതിന്റെ പുറത്തേക്ക് തേച്ചാൽ പത്താങ്കലിലുള്ള പെണ്ണ് പ്രഗ്നന്റ് ആകുമെന്ന് പറയുന്നത് എത്രത്തോളം വിരോധാഭാസമാണ്. ഏറ്റവും കൂടുതൽ സമുദായത്തിന്റെ അംഗങ്ങളാണ്. അതാണ് സങ്കടം. എല്ലാ വിഷയങ്ങളിലും തരികിട വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിലും മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളാണ്. ആകെ പിന്നോക്കം പോകുന്നത് ജുമുഅ, പിന്നോക്കം പോകുന്നത് തറാവീഹ്, പിന്നോക്കം പോകുന്നത് മറ്റുള്ള ഇബാദത്തിന്റെ വിഷയം. മുന്നോക്കം ഏതിലാണ്? പുതുവർഷ പുലരിയിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ബിവറേജിന്റെ കണക്കിൽ ഒന്നാം സ്ഥാനം. തിരുവോണ നാളിൽ ഒന്നാം സ്ഥാനം ബിവറേജിന്റെ കണക്ക് വരുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലകളിലെ പത്രക്കട്ടിങ്ങുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഓരോ വർഷത്തെയും പുതുവർഷ പുലരിയിലെയും തിരുവോണ നാളിലെയും ബിവറേജിന്റെ മദ്യവിൽപ്പനയുടെ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. നമ്മുടെ കാക്കാമാര് കൂടുതലുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തരികിടകൾ കാണിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കണ്ട. ഇന്നത്തെ രാത്രി ഉണർന്നിരിക്ക്, ഒരു ദിവസം ഉറങ്ങാതിരിക്ക്. ജീവിതകാലം മുഴുവൻ അള്ളാഹു സന്തോഷമായിട്ട് ഉറങ്ങാനുള്ള അവസരം തരുമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു വർഷക്കാലം ഏതെല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് ഇന്നത്തെ രാത്രിയാണ് പടച്ച തമ്പുരാന് തീരുമാനമെടുക്കുന്നതത്രേ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാ.
ഇനി രണ്ടാമത്തേത് എന്താണ് അത്ഭുതം നടക്കുന്നതെന്നറിയോ? ഇന്നത്തെ രാത്രിയിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫീഹാ അയ്യുക്തബ കുല്ലു ഹാലികിൻ മിൻ ബനി ആദമ ഫീ ഹാദിഹി സനാ. ഒരു വർഷക്കാലം ഏതെല്ലാം വീട്ടിൽ മരണം നടക്കുമോ, ആരെല്ലാം മരണപ്പെടുമോ, ആ മരണപ്പെടുന്നവരുടെ എല്ലാ ലിസ്റ്റുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്നത്തെ രാത്രിയാ. ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രാത്രിയിലാ നമ്മളുള്ളത്. ഏത് സമയം വരെയാണെന്ന് ഞാൻ പിന്നാലെ പറയാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആരെല്ലാം മരിക്കുമെന്നുള്ള റിപ്പോർട്ട് മലായിക്കത്തുകളുടെ കയ്യിൽ അല്ലാഹു സമർപ്പിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. വിസ എടുക്കുന്നു, പാസ്പോർട്ട് എടുക്കുന്നു, അതുപോലെ ടിക്കറ്റ് എടുക്കുന്നു, പലതും നമ്മൾ ചെയ്യുന്നു. പക്ഷേ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അറിയുന്നത് എപ്പോഴാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാബിലുൽ അർവാഹിനെ നമ്മുടെ അടുക്കലേക്ക് വിടുമ്പോൾ മാത്രമല്ലേ. അതല്ലാതെ അതിന് തൊട്ട് മുമ്പ്, ഒരു മിനിറ്റ് മുമ്പ് പോലും നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാ അള്ളാന്റെ മലായിക്കത്തുകളെ വിളിച്ചു നിർത്തിയിട്ട് പടച്ച തമ്പുരാ, ഇന്ന പരാപ്രിയാണ്, ഇന്ന നാട്ടിലെ ഇന്ന വീട്ടിലെ ഇന്ന വ്യക്തി മരിക്കുമെന്ന് കൊടുക്കുന്നത് ആത്മഹത്യയാണോ, അതല്ലാത്ത സ്വാഭാവിക മരണമാണോ? മരണപ്പെടുന്നത് ഏത് കോലത്തിലാണ്? ചിന്നിച്ചിതറിയാണോ, അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടി വരുമോ, അതല്ല മോർച്ചറിയിൽ വെക്കപ്പെടേണ്ടി വരുമോ? ഏത് രീതിയിലാണ് മരിക്കുന്നത് എന്ന് പോലും ഇന്നത്തെ രാത്രി പ്രിയപ്പെട്ടവരെ തീരുമാനമെടുക്കുകയാ. എങ്ങനെയാണ് നമുക്ക് ഈ രാത്രിയെ മറക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ രാത്രി നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരങ്ങൾ നീട്ടിയിട്ട് പടച്ച റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ, ആരോഗ്യമുള്ള ശരീരം തരണേ. അല്ലാഹുവിനോട് ചോദിക്കേണ്ട രാത്രിയല്ലേ പ്രിയപ്പെട്ടവരെ ഇത്. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നിസാരമല്ല. കഴിഞ്ഞ വർഷം ശഅബാൻ 15 ശേഷം ഇന്ന് അസറിന്റെ സമയം വരെ, മഗ്രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെ ആരൊക്കെ മരണപ്പെട്ടോ എല്ലാ കഴിഞ്ഞ വർഷത്തെ ശഅബാൻ 15 രാത്രിയിലെ തീരുമാനമെടുത്തതാ. ഇന്നത്തെ ഈ രാത്രിയിൽ മരണത്തിന്റെ രജിസ്റ്ററിൽ ആരുടെ പേരാണ് എഴുതി ചേർക്കപ്പെടുന്നത് അറിയില്ലല്ലോ. നമ്മൾ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കുന്നു, സംഘാടകരെ പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നു, കേൾക്കാൻ ആവേശത്തോടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ കാത്തിരിക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ കരങ്ങളിൽ ഇന്നത്തെ രാത്രി കൊടുത്ത രജിസ്റ്ററിൽ എന്റെയോ നിങ്ങളുടെയോ പേരുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് പടച്ചവനോട് ആഫിയത്തിനെ ചോദിച്ചിട്ട് ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ ചോദിക്കേണ്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുകൊണ്ട് മറക്കല്ലേ ഉമ്മ, മറക്കല്ലേ പ്രിയപ്പെട്ട സഹോദരാ. ഇനി നടക്കുന്ന മൂന്നാമത്തെ അത്ഭുതം ഏതെന്നറിയോ? കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ സൽക്കർമ്മങ്ങളെല്ലാം ടോട്ടലായി പടച്ചവനിലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകൾ എത്ര വർഷത്തേതാണെന്നറിയോ? കഴിഞ്ഞ 365 ദിവസത്തെ അമലുകളല്ല സഹോദരിമാരെ. നമ്മൾ ഓരോരുത്തരുടെയും കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നോമ്പതിൽ വന്നല്ലോ, പെരുന്നാൾ വന്നല്ലോ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മദ്ഹകൾ വന്നല്ലോ, അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ ഹജ്ജ് വന്നല്ലോ. എത്ര ഉംറകൾ വന്നു, എത്ര സുന്നത്ത് നോമ്പുകൾ നമ്മൾ പിടിച്ചു, ഏതെല്ലാ രീതിയിൽ പടച്ചവനുമായി നമ്മൾ കൂടുതൽ അടുപ്പം ശ്രദ്ധിച്ചു. ഇതെല്ലാം അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. എത്രേ ഈ രാത്രിയിലാണ് ഒരു വർഷക്കാലത്തെ അമലുകൾ ഉയർത്തപ്പെടുന്നത്. സഹോദരിമാരെ, തീരുന്നില്ല. നാലാമത്തെ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫീഹാ യുൻതുൻസലു അർസാഖുഹും. ഈ ഒരു വർഷക്കാലത്തെ ഭക്ഷണം ഇറക്കപ്പെടുന്നതും ഈ രാത്രിയിലാണ്. ഈ രാത്രിയിൽ ഒരു വർഷക്കാലത്തെ ഭക്ഷണം ഇറക്കപ്പെടുകയാ. മീകായിൽ അലൈഹിസ്സലാമിനാണല്ലോ ഡ്യൂട്ടി അല്ല കൊടുത്തിരിക്കുന്നത്. മനുഷ്യനാവശ്യമായ ഭക്ഷണത്തിന്റെയും കാറ്റിന്റെയും വായുവിന്റെയും വെളിച്ചത്തിന്റെയും എല്ലാ ഉത്തരവാദിത്വവും അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത് മീകായിൽ എന്ന മലക്കിനെയാ. ആ മലക്കടക്കമുള്ള മലായിക്കത്തുകളെ വിളിച്ചിട്ട് ഒരു വർഷക്കാലത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് കൊടുക്കുന്നത് ഈ രാത്രിയിലാ. ഇത് നിസാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഒരിക്കലും നമ്മൾ നിസാരമായി തള്ളേണ്ട കാര്യവുമല്ല. പ്രിയപ്പെട്ടവരെ, നിയമസഭയിലെയോ ലോക്സഭയിലെയോ ബില്ലുകൾ കണ്ടിട്ട്, ബജറ്റ് അവതരണം കണ്ടിട്ട് എന്റെയും നിങ്ങളുടെയും വല്ലാത്ത മാനസികമായ സംഘർഷത്തിലാകുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ഇന്നത്തെ രാത്രിയല്ലേ യഥാർത്ഥത്തിൽ
നമ്മുടെ നിർണിത രാത്രി നമുക്ക് ഭക്ഷണം തരുന്നതാരാ? സിവിൽ സപ്ലൈസ് മന്ത്രിയാണോ? അല്ല. ആരാ ഭക്ഷണം തരുന്നത്? ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണോ? അല്ല. ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? റസാഖായ റാസിഖായ അല്ലാഹ്. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, ഒരാളെയും പട്ടിണിക്കിടാത്ത അല്ലാഹ്, പടച്ചതമ്പുരാ ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹു തന്നെയല്ലേ? നമുക്കെല്ലാവർക്കും ഭക്ഷണം തരുന്നത് അല്ലയല്ലേ? അതുകൊണ്ട് ഇന്നത്തെ രാത്രി പടച്ചവനോട് ചോദിക്കേണ്ട, അല്ലാഹുവോട് കരങ്ങൾ നീട്ടി ദുആ ചെയ്യേണ്ട രാത്രിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 4 അത്ഭുതങ്ങൾ നടക്കുന്ന രാത്രിയിലാ നമ്മൾ ഇവിടെ ഉള്ളത്. 4 അത്ഭുതങ്ങൾ നടക്കുന്ന രാത്രിയാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വർഷക്കാലത്തെ ഫ്യൂച്ചറിലെ 3 കാര്യങ്ങളും, അഥവാ ഒരു വർഷക്കാലത്തെ ഭക്ഷണം, ഒരു വർഷക്കാലത്തെ മരണ ജനന രജിസ്റ്റർ, അതുപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ ഇങ്ങനെ അല്ലാഹു തആല ടോട്ടലായിട്ട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഒരൊറ്റ രാത്രിയാണ്. നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ രാത്രി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു ഈ രാത്രിയിലെന്ന് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തന്റെ ഗുന്യത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് പറഞ്ഞിട്ടാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്ത് പിരിയേണ്ടത്. പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ അരിയും പൊരിയും തേങ്ങയും മാങ്ങയും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരൻ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹ് അല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരനാണ്. എന്നിട്ട് ആ പ്രവാചകന് ഈ രാത്രിയിൽ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പിന്നിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക. നമ്മൾ എത്രത്തോളം പിന്നിലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പോഴാണ്. ഞാൻ ആമുഖം ഒന്നുകൂടെ പറയാണ്. സിറാത്തും നരകവും സ്വർഗവും ഖദീജ ബീവിയുടെ കല്യാണവും ഫാത്തിമ ബീവിയുടെ മരണവും ആയിഷ ബീവിയുടെ ഖബറും കേൾക്കുന്ന സുഖമൊന്നും ഇതിനുണ്ടാവൂല. ഇതൊക്കെ കേട്ട് സുഖിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളൊക്കെ പോയത് കൊണ്ട് എനിക്കോ മറ്റ് പ്രവാസികർക്കോ വാട്ടമോ ചാട്ടമോ കോട്ടമോ നേട്ടമോ ഒന്നുമില്ല. പക്ഷേ അവസരോചിതമായി, കാലോചിതമായി, സമയോചിതമായി ചില വിഷയങ്ങളെ പറ്റിയിട്ടുള്ള വിവരം നമുക്കില്ലാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു ശഅബാൻ ഉണ്ടാകുമോ, ഇനി ഒരു ശഅബാൻ 15 ഉണ്ടാകുമോ എന്നതൊക്കെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കകളാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എത്രത്തോളം നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങോട്ട് ഫലപ്രദമാക്കുക ഇന്നത്തെ ഒരൊറ്റ രാത്രി. കാരണം ഞാൻ ഈ പറയപ്പെട്ട 4 അത്ഭുതങ്ങൾ നടക്കുന്ന ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കൽ പോലും അശ്രദ്ധരായി നമുക്ക് കിടക്കാനോ നമുക്ക് ചിന്തിക്കാനോ പറ്റില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും പറയാറുണ്ട് ഈ ലൈലത്തുൽ ഖദറിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുക. ഇവിടെ ഈ നോമ്പ് തുറ എത്ര രൂപ ഒരു ദിവസത്തേക്ക്? 12,000 രൂപ അല്ലേ? ഒരു ദിവസം 12,000 രൂപയാണ് നോമ്പ് തുറ കമ്മിറ്റി കൂടിയിട്ടുണ്ട്. ഇത് ഡിക്ലെയർ ചെയ്തോ ഈ വിവരം? എന്നായിരുന്നു? കഴിഞ്ഞ വെള്ളിയാഴ്ച. കമ്മിറ്റി എപ്പോഴായിരുന്നു? സാധാരണ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. കഞ്ഞിക്ക് 12 അല്ല, ഒരു ദിവസത്തെ നോമ്പ് തുറക്കി 12,000 രൂപ കമ്മിറ്റിയൊക്കെ എടുത്ത് എല്ലാവരും ആ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് ഉത്തരവാദിത്വം ഓരോരുത്തരൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കും. ഈ വിവരം സാധാരണ പൊതുസമൂഹത്തെ പൊതുജനങ്ങളെ അറിയിക്കുന്നത് എപ്പോഴെന്നറിയോ? റമളാന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ റമളാന് 4-5 ദിവസങ്ങൾക്ക് മുമ്പോ, സാധാരണ ഒരു വെള്ളിയാഴ്ച മുമ്പ്. ജനങ്ങളൊക്കെ ഈ വെള്ളിയാഴ്ച മാത്രം പള്ളി വരുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ആദ്യത്തെ റമളാന് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് പ്രദർശിപ്പിക്കുക. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ലൈലത്തുൽ ഖദറും ലൈലത്തുൽ ബറാഅത്തും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹു തആല തീരുമാനിക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ. ആരൊക്കെ മരിക്കും, ആരൊക്കെയാണ് ജനിക്കുന്നത്, എന്താണ് അവരുടെ ഭക്ഷണം, ഇതെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്, നിശ്ചയിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്, ബറാഅത്തിന്റെ രാത്രിയിൽ. ഇത് മലക്കുകളെ അങ്ങോട്ട് ഏൽപ്പിക്കും.
അഥവാ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണ്? അത് ലൈലത്തുൽ ഖദ്റിലാണ്. ഇത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വാക്കാണ്, എന്റെ വാക്കല്ല. റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ വാക്കാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഇന്നത്തെ രാത്രി നമ്മുടെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം ഏകദേശം നടക്കുന്ന ഒരു രാത്രിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 3 യാസീൻ ഓതുന്നത്, അല്ലെ? അത് വലിയ മഹാന്മാര് ഇന്നലകളിൽ നമുക്ക് പകർന്നു തന്ന ഒരു വലിയ സന്ദേശമാണ്. ആ 3 യാസീൻ ഓതി, ആ 3 യാസീനാണ് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ആപത്തുകളെ തട്ടിമാറാനും ഭക്ഷണ വിശാലതയ്ക്കൊക്കെ വേണ്ടിയിട്ട് മഹത്തുക്കളായ മുൻഗാമികൾ അത് വേണമെന്നുള്ളവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യണ്ട. യാസീൻ ഏതൊരു നിയ്യത്തിലാണോ ഓതുന്നത് അത് ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് യാസീൻ വേണമെന്നുള്ളവർക്ക് ഓതാം, വേണ്ടാത്തവർക്ക് ഓതണ്ട. ഇല്ല, നബി തങ്ങൾ ചെയ്യാത്തത് ഞാനും ചെയ്യുന്നില്ല, ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യണ്ട, തർക്കം തീർന്നു. അല്ല, നബി തങ്ങൾ ചെയ്തില്ലെങ്കിലും വലിയ വലിയ മഹാന്മാരായ ഇന്നലകളിലെ പൂർവ്വസൂരികളായ ധീര കേസരികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ചെയ്തോ, ഇവിടെ ആർക്കും തർക്കമില്ല. വേണമെങ്കിൽ യാസീൻ ഓതാം, വേണ്ടെങ്കിൽ ഓതണ്ട. ഇത്രയുള്ള പ്രശ്നം, തർക്കം. അതിന് നമ്മൾ മൈക്ക് വെച്ച് കെട്ടി അങ്ങോട്ട് ഓതണം, ഇങ്ങോട്ട് ഓതണ്ട, അങ്ങോട്ട് കൊഞ്ഞനം കുത്ത്, അങ്ങോട്ട് മുണ്ടോക്കി കാണിക്കുക. എന്തിനാണ് സമുദായത്തിന്റെ മുമ്പിൽ നാണക്കേട? റജബ് 27-ന് ഒരു സംവാദം, ശഅബാൻ 15-ന് അടുത്ത സംവാദം, റമളാൻ ആകുമ്പോൾ തറാവീഹിന്റെ എണ്ണത്തിന് നീ കൂടുതൽ തിന്നെങ്കിൽ 8 വെക്കോ, അല്പം കൂടെ വിശാലമായി തിന്നെങ്കിൽ 12 വെക്കോ, തീരെ ഭക്ഷണം കുറച്ചെങ്കിൽ 20 വെക്കോ. കാരണം എന്താ? 20 നിസ്കരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ പള്ളിക്കുള്ളിലും അല്ലെങ്കിൽ നമ്മുടെ മദ്രസയ്ക്കുള്ളിലും മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നടത്തേണ്ട ചർച്ചകൾക്ക് അപ്പുറത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോ, അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞത്, ഒരാളെ ചെളിവാരി എറിയാൻ തുണിഞ്ഞാൽ നിന്റെ കയ്യിൽ പറ്റിയതിനു ശേഷമേ എറിയപ്പെടുന്നവന്റെ മുഖത്ത് പറ്റൂ. ശരിയല്ലേ? ചെളിവാരി എറിയുമ്പോ ആദ്യം അവന്റെ കയ്യിലാ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം അപഹാസ്യരാകാതെ, ഇളിഭ്യരാകാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയ എല്ലാ ആളുകളും കാണുന്നതാണ് എന്നൊരു ബോധം ഉണ്ടാകണം എന്ന് ഉമ്മത്തിന്റെ ഈ രക്തയോട്ടം കൂടുതലുള്ള ചെറുപ്പക്കാരോടും അതുപോലെ തന്നെ പ്രവർത്തകരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് അക്കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശഅബാൻ മാസത്തിന്റെ രാത്രിയിൽ, നാളത്തെ പകലിൽ എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലരതിന് ലഈഫാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മറുപടി പറയലായിരിക്കും ചില ആളുകളുടെ ജോലി, ചില മൗലവിമാരുടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറുപടി പറയാൻ നിങ്ങൾ നിൽക്കണ്ട, ആ സമയം നിങ്ങൾ കുറച്ച് ഖുർആൻ ഓതിക്കോളി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇബ്നു മാജ എന്ന സിഹാഹു സിത്തയിലെ 6 പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ വളരെ പ്രഗൽഭനായ ഇബ്നു മാജ റഹിമഹുല്ലാ അലി തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ലഈഫാവുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ് എന്ന്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15 എന്ന് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ മക്കള് വന്നിട്ട് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് പറയാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്ക് അവൻ പറയുന്നതിൽ അല്പം വിശ്വാസം കുറവാണ്. അതുകൊണ്ട് നമ്മൾ അവന്റെ ടീച്ചറെ വിളിച്ചിട്ട് ചോദിക്കും, ആണോ ഓഗസ്റ്റ് 15 തന്നെയാണോ എന്ന് ചോദിക്കും. എന്താ കാര്യം? ഇവനിൽ നമുക്കൊരല്പം വിശ്വാസ്യത കുറവാണ്. ഇതാണ് ലഈഫായ ഹദീസിന്റെ പ്രശ്നം. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന പരമ്പരയുണ്ട്. ആ പരമ്പരയിൽ ഏതെങ്കിലും ഒരാളിൽ എന്തെങ്കിലും ഒരു ചെറിയ അവ്യക്തത വന്നാൽ ആ ഹദീസിന്റെ പേരാണ് ലഈഫ്. കള്ള ഹദീസാണെന്ന് ആരും കരുതരുത്. ലഈഫ്, അതൊക്കെ ലഈഫ് അല്ലേ എന്ന് പറഞ്ഞാൽ അതെന്താ പ്രശ്നം? മൗലൂ എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. മൗലൂ ആണ് കെട്ടിച്ചമച്ചത്. കത്തിരിക്ക കൂടുതൽ തിന്നാൽ ആയുസ് കൂടുമെന്ന് പച്ചക്കറി കച്ചവടക്കാരൻ പറയും. അത് മൗലൂ ആണ്. അതവന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനപ്പുറത്ത് ലഈഫാണ് എന്ന് പറയുന്ന ഹദീസുകൾ അറബിക്കടലിൽ കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി കളയാനുള്ളത് എന്ന അർത്ഥത്തിലല്ല. പരമ്പര വന്ന ആ സനദിന്റെ പരമ്പരയിൽ ഏതോ ഒരു പരമ്പരയിലെ ഏതോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അവ്യക്തത ഉണ്ടായപ്പോൾ പിൽക്കാലത്ത് വന്ന മഹാരഥന്മാരായ അഇമ്മത്തുകൾ അതിൽ അവർ പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു. അത്രേ ഉള്ളൂ ലഈഫ് എന്ന് പറഞ്ഞാൽ. ഇത് പൊതുവായൊരു തത്വം
നേതൃത്വമാണ്. അതുകൊണ്ട് നാളെ ഇത് പൊക്കിപ്പിടിച്ച് ലൈഫാണ്, എന്തിനാണ് പത്താങ്കലിൽ പ്രസംഗിച്ചിട്ട് പോയത് എന്ന് ആർക്കെങ്കിലും ആശങ്കയുണ്ടായാൽ കാലേ കൂട്ടി ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം പറയാമെന്നുള്ളത് കൊണ്ടാണ്. ഈ രാത്രിയുടെ പ്രത്യേകത അള്ളാന്റെ ഹബീബ് പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രി എത്തിക്കഴിഞ്ഞാൽ, അഥവാ ഇന്നത്തെ ഈ രാത്രി ഉണ്ടല്ലോ പെങ്ങള്, ഈ രാത്രിയിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ രാത്രിയിൽ ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറയുകയാ. ഫഖൂമൂ ലൈലഹാ, ആ 15ന്റെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല. ഖൂമൂ ലൈലഹാ, ആ രാത്രി നിങ്ങൾ ഖിയാമിലാകണേ, ആ രാത്രി നിങ്ങൾ ഹയാത്തുള്ളതാക്കണേ, ആ രാത്രി നിങ്ങൾ ജീവസുറ്റതാക്കണേ, ആ രാത്രി നിങ്ങൾ ഫലപ്രദമാക്കണേ. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, രാത്രി നിങ്ങൾ ഹയാത്താക്കണം. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, സോമോ യൗമഹാ, അതിന്റെ ദിവസം വരുമല്ലോ, പകൽ വരുമല്ലോ, അഥവാ നാളത്തെ പ്രഭാത സൂര്യന് കിഴക്കൻ ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ പ്രകടമാകുമ്പോ സോമോ യൗമഹാ, ഒരു നോമ്പ് നിങ്ങൾ പിടിക്കണേ എന്ന് 14 മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ സന്ദർഭോചിതമായി ഒരു കാര്യം കൂടി പറയട്ടെ. എന്തായാലും തീരുമാനമെടുക്കുക, നാളെ നോമ്പ് പിടിക്കാം. നാളെ ചിലർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഇരട്ടി പ്രതിഫലമാണ്. കാരണം നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണല്ലോ. ആ തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണ്? അഷ്റഫുൽ ഖൽഖ് മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിച്ച ദിവസമാ, ശക്തിമത്തായ സുന്നത്ത് നോമ്പുള്ള ദിവസമാണ് തിങ്കള്. ആ തിങ്കളാഴ്ച നോമ്പ് പിടിച്ചതിന്റെ കാരണം റസൂലുള്ള പറഞ്ഞതെന്താ? ആ ദിവസത്തിൽ അല്ലാഹു അമലുകൾ ഉയർത്തപ്പെടുമത്രേ. അതുപോലെ ആ ദിവസത്തിലാണ് ഞാൻ പൂജാതരായത്. അതുകൊണ്ട് ഞാനിതാ നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞ ആഴ്ചയിലെ യൗമുൽ ഇസ്നൈൻ എന്ന് പറയുന്ന തിങ്കളാഴ്ച ദിവസം നാളെയാ. ആ ദിവസത്തിലാണ് ബറാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നോമ്പ് വരുന്നത്. സഹോദരിമാരെ, മൂന്നാമതായി റമളാനിൽ ഏതെങ്കിലും നോമ്പ് ഖലാ ഉള്ളവരുണ്ടെങ്കിൽ ഈ ദിവസം ആ നോമ്പും കൂടി ഖലാ വീട്ടി പിടിച്ച, സാധാരണ പറയുന്നത് പോലെ ഒരു വെടിക്ക് 2 പക്ഷിയല്ല 3 പക്ഷിയാ. ബറാഅത്ത് എന്ന പേരിലുള്ള നോമ്പ് നമുക്ക് കിട്ടുന്നു, തിങ്കളാഴ്ച നോമ്പ് നമുക്ക് കിട്ടുന്നു, നഷ്ടപ്പെട്ടു പോയ ഫർള് നോമ്പിനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, ഇന്നത്തെ രാത്രി നിങ്ങൾ ഖിയാമിലാകണം, കിടന്നുറങ്ങരുത്, നിങ്ങൾ ഹയാത്താക്കണം, നാളത്തെ പകലിൽ നിങ്ങൾ നോമ്പും പിടിക്കണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഒരു വലിയ മഹാത്ഭുതം നടക്കുകയാ. ഏഴാകാശങ്ങളുടെ മുകളിൽ, അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ, പടച്ചതമ്പുരാന്റെ അർശ് എന്ന സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ചില ഹദീസുകളിൽ, അല്ലാഹു അർശിന്റെ മുകളിലാണ് എന്ന്. അതൊക്കെ വിശാലമായി പറയേണ്ട കാര്യങ്ങളാണ്. ഏതായിരുന്നാലും അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണിത്. കൈകാലുകൾ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരും പോലെയല്ല, അവന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഈ രാത്രിയിൽ പടച്ചതമ്പുരാന്റെ സാന്നിധ്യമേറെയാ. ഇന്നലത്തെ രാത്രി പോലെയല്ല ഇന്നത്തെ രാത്രി പോലെ ആയിരിക്കൂല നാളത്തെ രാത്രി. നാളത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇല്ലാത്ത പ്രത്യേകത ഇന്നത്തെ രാത്രിക്കുണ്ട്. ആ പ്രത്യേകത എന്തെന്നറിയോ? സമാഉദ്ദുനിയയിലേക്ക് അല്ലാഹു ഇറങ്ങി വരുമെന്ന. സമാഉദ്ദുനിയ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശമാണ്, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആകാശമാ. ഈ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് എന്തെന്നറിയോ? ഇങ്ങോട്ട് വരിക പടച്ചതമ്പുരാ, നമ്മുടെ നാഥൻ അത്രത്തോളം നമ്മളിലേക്ക് അടുത്തവനല്ലേ. ഒരു വിഗ്രഹാരാധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബഹുദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ കേൾക്കുന്ന പത്താങ്കല്ലിലെയും നെടുമങ്ങാട്ടത്തെയും ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസികൾ അവര് വിശ്വസിക്കുന്ന ആചാരമനുസരിച്ച്, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവര് ദേവന്മാരിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടാണല്ലോ തൊഴുകൈകളോടെ നിൽക്കുന്നത്.
പറയുന്നത്. അതുകൊണ്ട് അവർ അങ്ങനെയാണ്, അങ്ങോട്ട് ചെന്നാലാണ് അവരുടെ സങ്കല്പത്തിലുള്ള ദൈവം അവരുടെ പ്രീതി ഉണ്ടാവുക. പക്ഷേ നമുക്കങ്ങനെയല്ല. നമ്മൾ കിടക്കുന്നത് 10-ാം കല്ലിലെ വീട്ടിലല്ലേ നമ്മൾ കിടക്കുന്നത്. ആ വീട്ടിൽ ഈ ബറാത്തിന്റെ രാത്രിയിൽ ശഅബാൻ 15ന്റെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഇബാദത്തെടുക്കുമ്പോ നമ്മുടെ വീടിന്റെ തൊട്ടുമുകളിൽ ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരികയാ. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അലാ അലാ മൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. ആരാണ് ചെയ്തു പോയ പാപങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുന്നത്, അവന് ഞാൻ പുറത്തു കൊടുക്കാ, അവന് ഞാൻ പുറത്തു കൊടുക്കാ. എത്ര വലിയ പാപം ചെയ്തിരുന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ല പറയുകയാണ്, എന്നോടൊന്ന് ചോദിക്കുവോ, ഞാൻ പുറത്തു കൊടുക്കാ. അള്ളാനോട് ചോദിക്കാതെ പടച്ചോനൊന്നും തരില്ല. സമ്പത്ത് വേണോ, റബ്ബിനോട് ചോദിക്കണം. സൗഭാഗ്യങ്ങൾ വേണോ, അല്ലാഹുവിനോട് ചോദിക്കണം. സന്താനങ്ങൾ വേണോ, പടച്ചവനോട് ചോദിക്കണം. അള്ളാന്റെ ഹബീബിനോട് പോലും പറഞ്ഞതെന്താ? ലോകത്തെ അധ്യാപകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മിയായിരുന്നിട്ട് പോലും, അക്ഷരാഭ്യാസമില്ലാതിരുന്നിട്ട് പോലും ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞതെന്താണ്? വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇൽമ വേണോ, എന്നോട് ചോദിക്കൂ നബിയേ. എന്നോട് ചോദിക്കാതെ ഞാൻ തരൂല റസൂലേ. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാലേ പൊറുക്കൽ അല്ലാഹു തരുകയുള്ളൂ. കരയുന്ന കുട്ടിക്കല്ലേ പാല് കൊടുക്കാറുള്ളൂ സഹോദരിമാരെ. അതുകൊണ്ട് പടച്ചവനോട് ഇന്നത്തെ രാത്രി ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, റബ്ബേ ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തു പോയവനാ, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയവനാ, കടലിന്റെ നുരയൊക്കെ പാപം ചെയ്തു പോയവനാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നീ എന്റെ അടുക്കലേക്ക് വന്നിട്ട് പൊറുക്കലിനെ തേടുന്നവന് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പുറത്തു തരണേ തമ്പുരാന്. എത്രത്തോളം എന്നറിയോ? 10-ാം കല്ലിൽ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, ഞാൻ മദ്യപാനിയാണ്, ഞാൻ പലിശക്കാരനാണ്, ഞാൻ പരദൂഷണം പറഞ്ഞവനാണ്, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയവനാണ്, എനിക്ക് മാപ്പ് കിട്ടുവോ എന്നാ റസൂലുള്ള പറഞ്ഞ വാക്കെന്തെന്നറിയോ? ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. എത്രത്തോളം എന്നറിയോ? ലി അക്സറ മിൻ അദദി ശൈരി ഗനമി ബനി കൽബ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ പാപം ചെയ്തിരുന്നവരായ പോലും അത്രയും വലിയ പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ആടിന്റെ രോമം എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ? ദശലക്ഷക്കണക്കിന് രോമം ഒരു ആട്ടിൽ ഉണ്ടാവൂലേ? ഒരു ആടിന്റെ രോമത്തിന്റെ എണ്ണ കോടിക്കണക്കിന് രോമം ഉണ്ടാവൂലേ? എന്നാ ലോകത്തെ ഏറ്റവും കൂടുതൽ രോമമുള്ള ആട്, ലോകത്തെ ഏറ്റവും കൂടുതൽ രോമകൂപങ്ങളുള്ള ആട് ഏത് ആടെന്നറിയോ? അത് അറേബ്യയുടെ ചരിത്രത്തിലെ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളാ. ആ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ പാപം ചെയ്തിരുന്നാ പോലും അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാ. പടച്ചോന് ഗഫാറാണ്, അവന് ഗഫൂറാണ്, അവന് പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ നിബന്ധന ചോദിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ആരാ അലാ മുസ്തഗ്ഫിരിൻ, എന്നോട് ചോദിക്കുന്നവരാണ് ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പാപം പൊറുക്കലിനെ തേടലാ. പാപം പൊറുക്കലിനെ ചോദിക്കലാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ട് ഒന്നാം ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി വന്നിട്ടെടാ ചെയ്തവന്മാരൊക്കെ ചോദിക്കടാ പുറത്തു തരാന്ന് അള്ള പറയുമ്പോ എനിക്കിപ്പോ സൗകര്യം, നീ പോയിട്ട് രാവിലെ എങ്ങാനും വാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവന് അള്ള പുറത്തു കൊടുക്കുവോ? എന്നിട്ട് നമ്മൾ പറയാ എന്റെ പാവങ്ങളൊന്നും പുറത്തില്ല. ആ ഇപ്പൊ പിടിച്ച സ്വിച്ചിൽ അങ്ങനെ തന്നെ വെച്ചോ, മാറ്റണ്ട. എന്നിട്ട് കയ്യങ്ങ് വലിച്ച് ബാക്കി കെട്ടിയിരുന്നു. ആരാണ് അലാമൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു, എന്നോട് പൊറുക്കലിനെ തേടുന്നത് ആരാണ്? ഞാൻ അവന് പുറത്തു കൊടുക്കാം, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ചോദിക്കണം, ചോദിക്കാതെ അള്ളാഹു പുറത്തു തരില്ല. നമ്മളാരും പാപം ചെയ്യാത്ത നല്ല പിള്ളകളൊന്നും അല്ലല്ലോ. പാപം ചെയ്യാത്തവന് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ആരാ പാപം ചെയ്യാത്തത്? ആരാ പാപം ചെയ്യാത്തത്? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ ആരും നോക്കണ്ട. അവരവർ ചെയ്യുന്ന പാപങ്ങൾ അവർ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരാളോട് നമ്മൾ എത്തി നോക്കേണ്ട കാര്യമില്ല.
നമ്മുടെ പാപങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. ആരാന്റെ പാപങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വയം അറിയാം, ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റബ്ബിനോട് ചോദിക്കണം. ഇന്നത്തെ രാത്രി എല്ലാം അള്ളാഹു അങ്ങ് പൊറുക്കുകയാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താൽ നമ്മൾ അത്രയൊന്നും ചെയ്തില്ലല്ലോ. അത്രയും വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു നിരാശയും വേണ്ട. ഇന്നത്തെ ദിവസം കൊണ്ട് ചോദിച്ചോളി, അല്ലാ നീ എനിക്ക് പുറത്ത് തമ്പുരാനെ, എനിക്ക് പുറത്ത് തമ്പുരാനെ. അല്ല തരും, ഉറപ്പാണ്. കാരണം എന്റെ റസൂല് കള്ളം പറയില്ല, അള്ളാഹു വാക്ക് മാറ്റി പറയില്ല. ഈ രാത്രി നിർണിതമാണ്, നിർണായകമാണ്. ഇനി രണ്ടാമതല്ല ചോദിക്കുന്ന എന്താണെന്നറിയോ? അപ്പൊ പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ, പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. അപ്പൊ നമ്മുടെ പാപങ്ങൾ പടച്ചവനോട് പൊറുക്കാൻ വേണ്ടിയിട്ട് തേടിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ രാത്രി ഏത് സമയം വരെയാണെന്ന് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആകാശലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാ, അലാ മുസ്തർസിഖുൻ ഫഅർസുഖുഹു, ആരാണ് എന്നോട് ഭക്ഷണം തേടുന്നത്, ഞാൻ അവന് കൊടുക്കാ. 5 കിലോ ചാക്കരിയും 2 കിലോ പച്ചരിയും 1 കിലോ പഞ്ചസാരയും 250 ചായപ്പൊടിയോ കുറച്ച് പല വ്യഞ്ജനങ്ങളും ഒരു 1/2 കിലോ ഈത്തപ്പഴം ഒരു കിറ്റിലാക്കിയിട്ട് ഇന്ന മുതലാളിയുടെ വീട്ടിൽ കിറ്റ് കൊടുക്കുന്നു എന്നറിഞ്ഞാൽ സർവ്വതും മറന്നിട്ട് കിറ്റ് വാങ്ങാൻ ഓടുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നത് ഒരു 10 ദിവസം കഴിക്കാനുള്ള കിറ്റല്ല, ഒരു മാസക്കാലം കഴിക്കാനുള്ള കിറ്റല്ല, നീണ്ട ഒരു വർഷക്കാലത്ത് നമ്മുടെ റിസ്ക് തരാൻ അല്ലാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു. ചോദിക്കടോ പത്താങ്കല്ലുകാരാ, ഞാൻ നിങ്ങൾക്ക് തരാ, ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അല്ലാഹു വിളിച്ചു പറയുമ്പോ ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അത് ഇന്നത്തെ രാത്രിയാണ് ചോദിക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങളെ മുട്ടാതെ തട്ടാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ, ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ, കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഒക്കെ വാപ്പയുടെ വാപ്പ കുളിച്ചത് കുടിച്ചത് കഴുകിയതെല്ലാം പുഴയിലായിരുന്നല്ലോ. നമ്മുടെ വാപ്പാടെ കാലമെത്തിയപ്പോൾ അവര് കുടിച്ചതും കുളിച്ചതും കഴുകിയതെല്ലാം കിണറിന്റെ മുറ്റത്തല്ലേ. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കാലം വന്നപ്പോൾ കിണർ കാണാനില്ല, അണ്ടർഗ്രൗണ്ടിലാണ്, റൂമിന്റെ അടിഭാഗത്താണ്, പോർച്ചിനടിയിലാണ് സ്ലാബ് ഇട്ടിരിക്കുകയാ. നമ്മൾ കാണുന്നത് ഓരോ റൂമിലും പൈപ്പിലാണ് വെള്ളം കാണുന്നത്. ആ കാലവും പോയി. നമ്മുടെ മക്കളെത്തിയപ്പോൾ മക്കൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ക്ഷമയില്ല. അവരെടുക്കുന്നത് കുപ്പിവെള്ളമാണ്. കുടിക്കുന്നു, എടുക്കുന്നു, കഴുകുന്നു, എടുക്കുന്നു, ഉപയോഗിക്കുന്നു. ഉപ്പാപ്പ പുഴയിൽ കണ്ട്, വാപ്പ കിണറ്റിൽ കണ്ട്, നമ്മൾ പൈപ്പിൽ കണ്ട്, നമ്മുടെ മക്കൾ കുപ്പിയിൽ കണ്ടത് അവരുടെ മക്കൾ എവിടെയാണ് കാണുന്നത്? ചിന്തിച്ചു നോക്ക് സഹോദരാ. മഴയില്ലാതെ വിഷമിച്ച് വിഷമിച്ച് എല്ലാം വറ്റി വരണ്ട വയലേലകൾ പോലെ വിണ്ട് കീറിയിട്ട് കാട്ടിലെ മൃഗങ്ങൾ പോലും നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം തേടി വരുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലം എത്തിച്ചേരുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കാതെ പടച്ചവന് തരൂല. അവന്റെ ഭക്ഷണത്തിന്റെ ഖജനാവ് വറ്റിപ്പോകൂലല്ലോ, അവൻ ആരിൽ നിന്ന് കടമെടുക്കേണ്ടി വരൂലല്ലോ. ഇന്നും അറിയാൻ കഴിയുന്ന രാജ്യത്ത് എത്രയോ ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ഇവിടത്തെ വലിയ കുത്തക മുതലാളിമാര് മോഷ്ടിച്ച് കടൽ കടന്നിട്ട് പറന്നു പറന്നു പോകുമ്പോ ഇവിടത്തെ പാവപ്പെട്ട കോളനികളിൽ, പാവപ്പെട്ട ഗ്രാമങ്ങളിൽ മതിൽ കെട്ടിപ്പിരിച്ചിട്ടും മച്ചമ്പിമാര് പറന്നിറങ്ങുമ്പോ ആ മച്ചമ്പിമാര് ഇവിടത്തെ പട്ടിണി പേക്കോലങ്ങളെ കാണാതിരിക്കാൻ ഗുജറാത്തിലും അഹമ്മദാബാദിലും മതിൽ കെട്ടിത്തിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ മുമ്പില് യാതൊരു പട്ടിണിയും വിഷമവും പരിവട്ടവും ഇല്ലാതെ കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും അല്ലാഹു ഇന്നേ വരെ തന്നല്ലോ. ഇനിയും അത് നീണ്ടു പോണ്ടേ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഇന്നത്തെ രാത്രി ചോദിക്കണം, പടച്ചവരെ, പോഷകാഹാരമില്ലാത്തതിന്റെ പേരില്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ പേരില്, തന്റെ പ്രിയ
പ്രിയപ്പെട്ട അമ്മയും അച്ഛനും മരിച്ചാൽ അടക്കം ചെയ്യാൻ ഒരു 1/4 സെന്റ് ഭൂമിയില്ലാത്തതിന്റെ പേരില് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ വീടിന്റെ അടുക്കളയിൽ കുഴികുട്ടിയിട്ട് പ്രിയപ്പെട്ട ജന്മം നൽകിയ അമ്മയെ കുഴിച്ചിടേണ്ടി വന്ന എത്രയോ ദളിത് പിന്നോക്ക ജനവിഭാഗം താമസിക്കുന്ന രാജ്യത്ത് അള്ളാഹു നമുക്കെന്താ ഭാഗ്യം തന്നത്? കുടിക്കാൻ വെള്ളത്തിന് കുറവുണ്ടോ? കഴിക്കാൻ ഭക്ഷണത്തിന് കുറവുണ്ടോ? മരിച്ചാൽ കബറടക്കാൻ ഇതാ വീണ്ടും 10-ാം കല്ല് 50 സെന്റ് വാങ്ങി ചേർക്കുകയാ. അള്ളാഹു തന്ന ഭാഗ്യം വലുതല്ലേ? ഈ ഭാഗ്യം അള്ളാഹു തരുമ്പോൾ ഇത് ഏത് നിമിഷമാണെന്നും ബ്ലോക്ക് ആക്കപ്പെടുക, ഏത് നിമിഷമാണ് സ്റ്റോപ്പ് ചെയ്യപ്പെടുക അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇന്നത്തെ രാത്രിയിൽ ചോദിക്കണം, അലാ മുസ്തർസിഖുൻ ഫഅർസുഖുഹു, എന്നോട് ചോദിക്കേ, നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ എന്നോട് ചോദിക്കേ. അള്ളാഹു പറയാൻ വേണ്ടേ സഹോദരിമാരെ? ഒരു വർഷത്തെ കിറ്റ് വേണ്ടേ? പഞ്ചായത്തിൽ കോഴിക്കുഞ്ഞ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടിയാൽ നമ്മൾ ആസിഡ് കുടിക്കുമെന്ന് പറയുന്നത് പോലെ എന്തും നമ്മൾ ഓസിന് കിട്ടിയാൽ ഓടിപ്പോയി വാങ്ങും. എത്ര മണിക്കൂർ വേണമെങ്കിലും മുതലാളിമാരുടെ വീടിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന സംഹാര താണ്ഡവമാടുന്ന നാളെ ഒരു സമയത്ത് ഈ ലോകം മുഴുവനും നശിപ്പിച്ചിട്ട് സംഹാര താണ്ഡവമാടുന്ന ജബ്ബാർ എന്ന അഹങ്കാരിയായ കിബ്രിയാഇന്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇന്നത്തെ രാത്രി കൈകൾ നീട്ടിയിട്ട് യാചിക്കാൻ മനസ്സുള്ളവന് അല്ലാഹു ഒരു കൊല്ലത്തെ അങ്ങോട്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാൻ ഒരു മുട്ടും ഉണ്ടാവൂല. അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് എഴുതിയ ഭക്ഷണം നമുക്ക് കിട്ടും. കല്യാണത്തിന് പോയാൽ ഒരു തള്ളേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ പറയില്ലേ, ആ അരിയിൽ നിന്റെ പേരുണ്ടെങ്കിൽ നിനക്ക് കിട്ടുമെന്ന്. ശരിയാ, കഴിക്കാൻ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് ഇപ്പോഴല്ല, ശഅബാൻ 15 എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും. എന്തിനു തള്ളണം? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സ് സ്വസ്ഥം, ജീവിതം രാജകീയം, ജീവിച്ചാൽ അന്നം, മരിച്ചാൽ മണ്ണ്. ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അന്നം ഉറപ്പാ, മരിച്ചാലോ മണ്ണുറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം സ്വസ്ഥമാണ്, മനസ്സ് ജീവിതം രാജകീയമാണ്, മനസ്സ് സ്വസ്ഥമാണ്. നമുക്കെന്തിനാണ് എന്തിന് നമ്മൾ വെപ്രാളപ്പെടണം? അള്ള വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയോ, ഭക്ഷണം അള്ളാഹു തരുന്നതാണ്. ഒരിക്കല് മഹാനായ ഹാത്തമുൽ അസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 30 കൊല്ലം തന്റെ മുന്നിൽ നിർത്തി ഹാത്തമുൽ അസമാക്കി മാറ്റിയ ഒരു ഉസ്താദ് ഉണ്ട്, ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന വലിയൊരു മഹാൻ. 30 കൊല്ലമാണ് ഹാത്തമുൽ അസം എന്ന് പറയുന്ന വലിയ സൂഫിയായ മനുഷ്യൻ തന്റെ മുന്നിൽ പഠിച്ചത്. വലിയ ഉസ്താദാ ഷഖീഖുൽ ബൽഖി. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഇന്ന് നമ്മൾ കാണുന്ന മഹാന്മാരെ പോലെയൊന്നുമല്ല. അവര് വലിയ വലിയ മഹാന്മാരാണ്. ഈ ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഷഖീഖുൽ ബൽഖി എന്ന ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ടൊരു യാത്ര തിരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. മരുഭൂമിയിലൂടെ നീണ്ട യാത്ര. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കണം കേട്ടോ. ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ മാറിടത്തിലൂടെ യാത്ര ചെയ്ത് ഷഖീഖുൽ ബൽഖി ഇങ്ങനെ പോവാൻ. ആ സമയത്ത് നല്ല ക്ഷീണം വന്നു. നോക്കുമ്പോൾ ഒരു ചെറിയ പാറക്കെട്ട് പോലെ, ഒരു ചെറിയ ടെന്റ് പോലത്തെ ഒരു സ്ഥലം, അതിലേക്ക് കയറിയിരുന്നു അദ്ദേഹം. നോക്കുമ്പോ അതിനകത്ത് ഒരു അത്ഭുതം കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ചിറക് രണ്ടും പൊട്ടിപ്പോയി അന്ധത ബാധിച്ച ഒരു തള്ളപ്പക്ഷി അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ചിറക് രണ്ടും ഒടിഞ്ഞുപോയി. അന്ധയാണ്, കാഴ്ചയില്ല, പറന്നുയരാൻ പറ്റില്ല, ക്ഷീണിതയാണ്. അങ്ങനത്തെ ഒരു വലിയ തള്ളപ്പക്ഷി ഇങ്ങനെ അതിനകത്തിരിക്കാൻ. ഈ മനുഷ്യൻ ഇങ്ങനെ കാലും നീട്ടി ഷഖീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഈ മരുഭൂമിയില്, മരുപ്പച്ച അകലയായ ഈ മരുഭൂമിയിൽ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന ആരാ? ഇതെന്തായാലും ഇപ്പോഴൊന്നും അല്ലല്ലോ ജനിച്ചത്, ഇതിനാരാ ഭക്ഷണം കൊടുക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴുണ്ട് ഒരാരോഗ്യമുള്ള ഒരു കുഞ്ഞി പക്ഷി പറന്നിറങ്ങുക. ഒരു പക്ഷി എവിടെന്നോ പറന്നിറങ്ങുന്നു, അതിന്റെ ചുണ്ടിൽ ഭക്ഷണവുമായിട്ട് വരികയാണ്. ആ ഭക്ഷണം കൊണ്ടുവന്ന് തള്ളപ്പക്ഷിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് തിരികെ ആ പക്ഷി പറന്നു പോയപ്പോൾ
ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, എടാ ഞാൻ എന്തിനി കച്ചവടം ചെയ്യണം, എനിക്കെന്തിന് പൈസ, ഞാൻ എന്തിന് സമ്പത്ത് ഉണ്ടാക്കണം? ഈ മരുപ്പച്ച അകലയായ മരുഭൂമിയിൽ വെച്ച് അന്ധയായ ചിറകൊടിഞ്ഞു പോയ തള്ളപ്പക്ഷിക്ക് ഭക്ഷണം കൊടുക്കാൻ ആരോഗ്യമുള്ള ചെറിയ പക്ഷിയെ പറപ്പിയിറക്കിയ പടച്ചതമ്പുരാൻ എനിക്ക് ഭക്ഷണം തരൂലേ? അതുകൊണ്ട് ഞാൻ ഇബാദത്തിലായി കഴിഞ്ഞാ പോരെ, എന്തിന് ഞാൻ അന്നം തേടി പുറപ്പെടണം? അതുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് തീരുമാനിച്ചു. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തിരിച്ച് ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ മുന്നിലേക്ക് ചെന്നപ്പോ കാര്യം ചോദിച്ചു, എന്താ നീ കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു ഷഖീഖുൽ ബൽഖി തങ്ങള്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം, അതാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നമ്മൾക്കെല്ലാം ഭയങ്കര ഉടായിപ്പ് ചോദ്യങ്ങളാ. ഈ ഷഅബാൻ ഈ അടുത്ത സമയത്ത് സക്കാത്തിന്റെ കാര്യം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പാവങ്ങൾക്ക് സക്കാത്ത്, പാവങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തില്ല, പണക്കാർക്ക് അത് കൊടുത്തു, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾ ചോദിക്കുക, സൂറത്ത് യാസീനിൽ അതുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് തന്നത് അല്ലാഹ് അല്ലേ? അതെ. അവന് കൊടുക്കാത്ത അല്ലാഹ് അല്ലേ? അതെ. അവന് കൊടുക്കാത്തത് അള്ളാഹു അറിഞ്ഞുകൊണ്ടല്ലേ? അതെ. അവന് കൊടുക്കണമായിരുന്നു എന്നോ അള്ളാഹ്ക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അറിയാം. എന്നിട്ട് അല്ലാഹ് കൊടുത്തില്ലല്ലോ? കൊടുത്തില്ല. പിന്നെന്തിന് ഞാൻ കൊടുക്കണം? അള്ളാഹ്ക്ക് അറിയാലോ അവന് കൊടുക്കണോന്ന്. എന്നിട്ട് അള്ളാഹ് അവന് കൊടുത്തില്ലല്ലോ. അള്ളാഹ് കൊടുക്കാത്തവർക്ക് പിന്നെ ഞാൻ എന്തിനു കൊടുക്കണം? നല്ല ചോദ്യമാണ്. സക്കാത്ത് കൊടുക്കാതെ ഒളിച്ചോടാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. പക്ഷെ എവിടെയെങ്കിലും ഇട്ട് കുരിക്കിലൊരു പിടി പിടിക്കും അല്ലാഹു തആല. കാത്തു രക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ കാക്കട്ടെ.